10 വർഷം കൊണ്ട് ഉള്ള വികസനവും കാര്യങ്ങളും പറഞ്ഞാൽ തീരാത്ത മാറ്റം ഉണ്ടാകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകണം എന്നേ ഞാൻ പറയാനുള്ളൂ. ഈ 20 വർഷമായിട്ട് ഈ 15 വർഷമായിട്ട് എന്തുകൊണ്ട് നമുക്കൊരു ബൈപ്പാസ് ഇവിടെ ഉണ്ടായില്ല? ന്യായമായൊരു ചോദ്യമല്ലേ? നമ്മുടെ പാർട്ടി തന്നെ അധികാരത്തെ വരും. LDF തന്നെ ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും കേരളത്തിൽ അരടിക്കുന്നുണ്ട്. അത് UDF മേൽക്കൈ നേടിക്കൊടുക്കാൻ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. ഈ 10 വർഷം കൊണ്ട് ഉള്ള വികസനവും കാര്യങ്ങളും പറഞ്ഞാൽ തീരാത്ത അത് LDF ഗവൺമെൻറ്റിൻ്റെ പിണറായി സഖാവിന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ പഞ്ചായത്ത് നെടുങ്കുന്നം പഞ്ചായത്താണ് കോട്ടയത്തിൻ്റെ. ഇവിടെ തന്നെ എടുത്ത് നോക്കി റോഡിൻ്റെ കാര്യം, ഈ ഗവൺമെൻറ് സ്കൂളിൻ്റെ കാര്യം, ഹൈടെക് വില്ലേജിൻ്റെ കാര്യം, ഈ പഞ്ചായത്തിൻ്റെ മൃഗാശുപത്രിയുടെ കാര്യം, ഹോസ്പിറ്റലിൻ്റെ കാര്യം, എല്ലാം തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യം. എൻ്റെ വൈഫിന് 1000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്, എൻ്റെ വല്യമ്മയ്ക്ക് 2000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ഇതെല്ലാം ആര് കൊടുക്കുന്ന? 18 മാസമായിട്ട് 600 രൂപ കുടിശ്ശിയിട്ട പാർട്ടികളാണ് ഇപ്പോൾ പറയുന്നത് 1000 രൂപ വെച്ച് കോളേജിലുള്ളവർക്ക് കൊടുക്കുമെന്ന്. അതേപോലെ ബി ജെ പിക്കാർ പറഞ്ഞ് ഇവിടെ വളരുമെന്ന. ഇവർ ഗുജറാത്ത്, UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ ഇവിടെയൊക്കെ പോയി നോക്കട്ടെ. കേരളം മതസൗഹാർദ്ദത്തിൻ്റെ നാടായത്. അതും പ്രത്യേകിച്ച് പിണറായി ഈ 10 വർഷം ഭരിച്ചതിൽ യാതൊരുവിധ കുഴപ്പങ്ങളോ കുറ്റങ്ങളോ ഇല്ല. 100%. പിന്നെ മാറ്റം ഉണ്ടാകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകണം എന്നേ ഞാൻ പറയാനുള്ളൂ. സത്യത്തിൽ ഞാനൊരു ഇടതുപക്ഷക്കാരനാണ് കേട്ടോ, ഇടതുപക്ഷ ചിന്താധികാരനാണ്. പക്ഷേ ഒരു മാറ്റം ഉണ്ടാകണമെന്നൊരു തോന്നൽ എനിക്കുണ്ട്, നിലവിലുണ്ട്. എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാറില്ല, പ്രത്യേകിച്ച് നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഉപദേശങ്ങൾ നൽകാറുണ്ടല്ലോ. എന്നതുപോലെ തന്നെ എന്തെങ്കിലും ചൂണ്ടിക്കാണി ഈ ഭരണത്തിലെ വൈകല്യത്തെപ്പറ്റി എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാം? ഭരണത്തിൻ്റെ വൈകല്യത്തെപ്പറ്റി ചൂണ്ടിക്കാണെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആകപ്പാട് ഒരു പ്രതിസന്ധിയല്ലേ ഇവിടെ മുഴുവൻ. മൊത്തത്തിൽ പ്രതിസന്ധിയാണല്ലോ. ആ പ്രതിസന്ധി മാത്രമേ ഉള്ളൂ. ബിസിനസ്സുകാരനാണോ? കച്ചവടക്കാരനാണ്. പിന്നെ മൊത്തത്തിലൊരു പ്രതിസന്ധിയാണ് ഇവിടെ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇപ്പം കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം ഞാൻ അതിനെക്കുറിച്ച് നോക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഏകപക്ഷീയമായൊരു ഫൈറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, എൻ്റെ വിവരം. പക്ഷെ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നോക്കി നിൽക്കുന്ന ആറന്മുളയോ തൃക്കരിപ്പൂര്, പത്തനാപുരം, ഞാൻ അതുപോലുള്ള കാര്യങ്ങളെ ഞാൻ നോക്കുന്നുള്ളൂ. കേരളത്തിൽ പൊതുവെയുള്ള രാഷ്ട്രീയ സാഹചര്യം എന്താണ് ഇപ്പോൾ? ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് UDF അധികാരത്തിലെത്തുമെന്ന് തോന്നുന്നു. ജയിച്ചു വരുന്ന ഏത് കക്ഷിയാണെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാവരും വേണം, വേണ്ടേ? പിന്നെ നമുക്ക് നാട്ടിലൊരു വികസനം ഉണ്ടാകണം, അതാണ് നമ്മുടെ ആവശ്യം. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ആര് ഭരിച്ചാലും ഉണ്ടാകും. ഇനി വരുന്ന ആരായാലും നമ്മുടെ നാടിന് വികസനം ഉണ്ടാകും. കാരപ്പള്ളി MLA ആണെങ്കിൽ ആരായാലും കാരപ്പള്ളി ഒരു ബൈപ്പാസ് വർഷങ്ങളായില്ലേ, അത് തുറന്നു കൊടുക്കാൻ പറ്റുമോ? ആര് ജയിച്ചാലും അതാണ് നമുക്ക് ആവശ്യം. ആ വണ്ടികൾ ബ്ലോക്ക് തിരിയുന്ന കാഞ്ഞിരപ്പള്ളി ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, ആ ബ്ലോക്ക് ഒന്ന് മാറ്റാൻ പറ്റുമോ? ഒരു മാറ്റം വന്നാൽ പോരാ. കാരണം കാഞ്ഞിരപ്പള്ളി എന്ന് വെച്ചാൽ അതുപോലെ ഗതാഗത കുരുക്കാണ് ഇപ്പം ഒന്നാമത്തെ കാര്യം. ഒരു അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടുമില്ല. ഈ 20 വർഷമായിട്ട് ഈ 15 വർഷമായിട്ട് എന്തുകൊണ്ട് നമുക്കൊരു ബൈപ്പാസ് ഇവിടെ ഉണ്ടായില്ല? ന്യായമായൊരു ചോദ്യമല്ലേ? കോൺഗ്രസ് നിന്നപ്പോൾ LDF നിന്നപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഉണ്ടായില്ല? ന്യായമായ ചോദ്യമല്ലേ? കാഞ്ഞിരപ്പള്ളിക്കടെ ഈ സഞ്ചരിക്കാൻ പറ്റുന്ന ഏക കാര്യമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ മന്ത്രിമാരായാലും, കാരണം എന്താണെന്നറിയോ, പോലീസിന് അകമ്പടിയുണ്ട്. പിന്നെ സഞ്ചരിക്കാൻ പറ്റുന്ന ആകപ്പാടെ ആംബുലൻസിനാണ്. എന്തുകൊണ്ടാണെന്നറിയോ, ഒരു രോഗിയെ കൊണ്ട് പോകുന്നതുകൊണ്ട് മാത്രമാണ്. നമ്മൾ ചിന്തിക്കണം, എന്ത് വികസനമാണ് നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഉണ്ടായിരിക്കും. ഒന്ന് കാണിച്ചു തരാമോ? ആകപ്പാടെ 36 ലൈറ്റ്, ഈ ഗൈഡ്സ്മാസ് ലൈറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആകാശം മുട്ടം നിൽക്കുന്നത്, 36 ലൈറ്റ്. ഇത് തുറന്ന് നമ്മൾ പറയാൻ നമുക്ക് എന്ത് അവകാശമുണ്ട്? ആകപ്പാടെ ഉള്ളതെന്നറിയോ, ഈ 1.5 ലക്ഷം രൂപയുടെ വെയിറ്റ് ഷെഡ് 5 ലക്ഷം രൂപയ്ക്ക് സ്ഥാപിക്കുന്ന ഏക വെയിറ്റ് ഷെഡ്. ഇതെല്ലാം ഉള്ള നമ്മുടെ നാട്ടിലെ വികസനം. എന്ത് ഒന്ന് കാണിക്കാവോ? മാറ്റം ആവശ്യമെന്നുള്ളത് മാറിയേ പറ്റൂ. കാഞ്ഞിരപ്പള്ളിയെ ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, വികസനം ആവശ്യമുണ്ടെങ്കിൽ, കാഞ്ഞിരപ്പള്ളി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറണം, മാറ്റി ചിന്തിക്കണം. LDF സ്ഥാനാർത്ഥി ജയരാജ് സാർ ജയിക്കും. അതെന്നാന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല, പുള്ളിക്ക് ജനങ്ങളുമായിട്ടൊരു ബന്ധവും പുള്ളിയുടെ പാരമ്പര്യമായിട്ട് കുടുംബമായിട്ടൊക്കെ ഉള്ള ബന്ധം വെച്ച് പുള്ളി ജയിക്കും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടല്ല. പ്രവർത്തനവും കുഴപ്പമില്ല, പുള്ളി എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. പുള്ളി ഒരു കുഴപ്പക്കാരനല്ല. മൊത്തത്തിൽ കേട്ട് വരുന്നത് വെച്ച് നോക്കുമ്പം ഏതാണ്ടൊരു സമം വരും. അല്ലെങ്കിൽ 3-4 സീറ്റിന് കയറി ഇറങ്ങിയും വരും. അത്രയും. കാഞ്ഞിരപ്പള്ളിയുടെ സ്ഥിതി എന്താണ്? കാഞ്ഞിരപ്പള്ളി എനിക്ക് തോന്നുന്ന റോണി കെ ബേബി ജയിക്കുമെന്ന്. എന്താ കഴിഞ്ഞ കാല ഭരണം മോശമായിരുന്നു? മോശത്തിൻ്റെ അല്ല, കാഞ്ഞിരപ്പള്ളിയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളാണ്. ബൈപ്പാസ് അതൊക്കെ ഒരു പ്രശ്നങ്ങളാണ്. ജനങ്ങളുടെ ആവശ്യമില്ല നഷ്ടപ്പെടുന്നത്. അത് ജാതി വേണ്ട, മതം വേണ്ട, വിദ്വേഷം വേണ്ട, എല്ലാവരുമായിട്ടും സഹകരിച്ചു പോകുന്നൊരു അദ്ദേഹം വേണ്ടേ നമുക്ക്. ജയരാജ് സാർ അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വീണ്ടും ജയരാജ് സാർ ഒന്നുകൂടി വരും. കേരളത്തിലെ ഒരു നിലവിലെ ട്രെൻഡ് കണ്ടാൽ ഒരു UDF മേൽക്കൈയുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. പല നിയോജകമണ്ഡലങ്ങളിലും ഒരു ത്രികോണ മത്സരം വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. BJP കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വോട്ട് ശതമാനം കൂട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്.
പക്ഷേ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പില്ല. എങ്കിലും കേരളത്തിൽ ഈ പ്രാവശ്യം അക്കൗണ്ട് തുറന്നേക്കാം. അതാണ് കേരളത്തിൽ കാണുന്ന ഒരു പൊതു ട്രെൻഡ്. കഴിഞ്ഞ കാലം ഭരണത്തിലെ ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും കേരളത്തിൽ അലയടിക്കുന്നുണ്ട്. അത് UDF മേൽക്കൈ നേടിക്കൊടുക്കാൻ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. BJP വോട്ട് നില മെച്ചപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും UDF അനുകൂലം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ പ്രതീക്ഷ അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ അതായത് ഇടതുപക്ഷ വോട്ടുകളും കൂടി ഇങ്ങോട്ട് വരും. ഈ ഇടതുപക്ഷ വോട്ടുകൾ BJP-യിലേക്ക് പോകാൻ എന്താണ് അവിടുത്തെ പ്രവർത്തകരൊക്കെ അവിടെ ചില ഒരു എന്താ പറയുക, ഒരു ഡീല് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ബലമായ സംശയമുള്ള ആളാണ്. അങ്ങനെ ഡീല് നടന്നിട്ടുണ്ടാവും. കാഞ്ഞിരപ്പള്ളിയിലാണെങ്കിൽ പോലും ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ്. ജയരാജ് ഇവിടെ MLA ആയിരുന്ന ആളാണ്, 2-3 തവണ ജയിച്ച ആളാണ്. പക്ഷേ എന്നാൽ പോലും റോണിക്ക തോമസ് ഒരു കാൻഡിഡേറ്റായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ഒന്നടങ്കം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരുന്നുണ്ട്. ഈ ജയരാജ് കുറേ വികസന പ്രവർത്തനം ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അതിനപ്പുറത്ത് ചെയ്യാമായിരുന്നു. അതിനപ്പുറത്ത് ചെയ്യാമായിരുന്നു. പക്ഷേ ചെയ്തില്ല എന്ന് പറയില്ല, പക്ഷേ അതിനപ്പുറത്ത് ചെയ്യാമായിരുന്നു. ഇടതുപക്ഷം കയറും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അടിസ്ഥാനം ഇവിടുത്തെ വികസനം. കേരളം നമ്പർ 1 ആണല്ലോ. ഇന്ത്യയിലെ നമ്പർ 1 ആണ്. ഇന്ത്യയിൽ നമ്പർ 1 ആണ്. മറ്റുള്ള സ്റ്റേറ്റുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ത്യയിൽ നമ്പർ 1 ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ. ഇന്ത്യയിൽ നമ്പർ 1 ആണ് കേരളം. അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാവരും കൂടെ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇടതുപക്ഷത്തിൽ തന്നെ കയറാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം നല്ല ഭരണമാണ് നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രി, കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രി നോക്കിയാൽ മതി. പിന്നെ പൊൻകുന്നത്തെ ഈ ഗവൺമെൻറ് ഹൈസ്കൂള്, ഇതൊക്കെ ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളാണ്. പിന്നെ റോഡുകൾ, നമ്മൾ ടാക്സിയല്ലേ. ഇപ്പോൾ ഇവിടുത്തെ കട്ടപ്പനയ്ക്ക് പോകുന്ന റോഡെന്ന് പറഞ്ഞാൽ, കുമളിക്ക് പോകുന്ന റോഡെന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഒരു 1/4 മണിക്കൂറത്തെ യാത്ര വ്യത്യാസം വരും. ഇന്ധന ലാഭം ഉണ്ടാകും. അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഞങ്ങളുടെ MLA എന്ന് പറഞ്ഞാൽ വളരെ സാധുവായ മനുഷ്യനാണ്. ജനങ്ങളോട് അതുപോലെ ബന്ധമുള്ള മനുഷ്യനാണ്. രാഷ്ട്രീയത്തേക്കാൾ അതീതമായിട്ട് പുള്ളിക്ക് വോട്ട് കിട്ടും. കാഞ്ഞിരപ്പള്ളി സംബന്ധിച്ച് നമ്മുടെ UDF ജയിക്കാനാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാന സംഭവം. രാഷ്ട്രീയപരമായ അല്ല, അങ്ങനെയൊന്നുമല്ല. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിൽ അവർ ചെയ്ത അഴിമതിക്കും കാര്യങ്ങൾക്കെല്ലാം ആ റിപ്പോർട്ടുകളെല്ലാം ഉണ്ടല്ലോ. ഈ അമ്പലത്തിൻ്റെ ഉത്സവ കമ്മിറ്റിയിലെല്ലാം ഉള്ള സംഭവങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ അവരെ മുന്നോട്ടൊരു ജനങ്ങൾ UDF ഭരണം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞകാല ഭരണത്തിൽ അങ്ങനെ തൃപ്തനല്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് 3 പ്രാവശ്യമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നതും യുക്തമല്ല. കാഞ്ഞിരപ്പള്ളി ഇപ്പം ജയരാജ് ജയിക്കുന്നതാണ് അഭിപ്രായം. അതെന്താണ് അങ്ങനെ ഒരു വിലയിരുത്തലിന് കാരണം? അല്ല, പുള്ളിയെ പറ്റിയ ആൾക്കാർക്കെല്ലാം ഒരു മതിപ്പുണ്ട്. വ്യക്തിപരമായിട്ടുള്ള അഴിമതിയില്ല, ആരോപണങ്ങളൊന്നും പുള്ളിയെ പറ്റി അങ്ങനെ കേട്ടിട്ടില്ല നമ്മളാരും. അതുകൊണ്ട് പറഞ്ഞു. ഇല്ല, ഒരു വശം നോക്കാൻ തൃപ്തനാണ്, ഒരു വശം നോക്കാൻ തൃപ്തനല്ല. ഒരു ഭരണമാറ്റം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ഏത് പാർട്ടി ഭരിച്ചാലും സാധാരണക്കാരും വലിയ മിച്ചമൊന്നുമില്ല. ഏത് പാർട്ടി ഭരിച്ചാലും വരികയാണ്. എന്താണ് നിങ്ങളുടെയൊക്കെ? എൻ്റെ അഭിപ്രായം ഭരണം മാറണം. മോഡിയുടെ വികസന പ്രവർത്തനം ഇവിടെ നടത്തണം. അതാണ് ആഗ്രഹം. ഈ 10 കൊല്ലം മുമ്പുണ്ടല്ലോ, 10 കൊല്ലം മുമ്പ് ഈ ചെറുക്കട പഞ്ചായത്തിൽ ഗവൺമെൻറ് ആശുപത്രി കന്നുകാലി തൊഴിൽ നടന്ന സ്ഥലമാണ്. ഇപ്പോൾ ജയരാജ് സാർ കിടന്നുകൊണ്ടുണ്ട് ഗവൺമെൻറ് ആശുപത്രി എല്ലാ മരുന്നുകളും എല്ലാ രീതിയിലും ഞങ്ങളുടെ ചെറുക്കട പഞ്ചായത്തിലെ കാര്യം പറയുക. ചെറുക്കട പഞ്ചായത്തിൽ ഗവൺമെൻറ് ആശുപത്രി, പള്ളിക്കൂടം, സ്കൂള് എല്ലാ രീതിയിലും എല്ലാ രീതിയിലും ഈ ജയരാജ് സാറ് നിന്നുകൊണ്ടാണ് എല്ലാ രീതിയിലും ആയത്. പിന്നെ റോണിക്ക വിജയിച്ചിരിക്കും. എന്താ ഈ ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നു? എന്താണ് അതിന് ചേർന്ന് പറയാനുള്ളത്? എന്താണ് ഇതിലൊക്കെ ഏറ്റവും ക്രമസമാധാനം ഇതെല്ലാം എതിരായിട്ട് ജനങ്ങൾ വിധി എഴുതും. മൊത്തം ജനവികാരമുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിൻ്റെതൊക്കെ മാറ്റം ഈ പ്രാവശ്യം കാണുമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. മൊത്തം കേരളത്തിൽ പൊതുവെയാണ് ഉദ്ദേശിക്കുന്നത്? കാഞ്ഞിരപ്പള്ളി തന്നെയല്ല, പൊതുവെ കേരളത്തിൽ മൊത്തം തന്നെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ 10 വർഷമായിട്ട് ഇവരുടെ ഭരണത്തിൽ ജനം അതുപോലെ പൊറുതിമുട്ട് നിൽക്കും.